ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ ഭൂപടശാസ്ത്രം അല്ലെങ്കിൽ കാർട്ടോഗ്രാഫി. ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് മെർക്കാറ്റർ. വിവിധ ഭൂപടങ്ങൾ ചേർത്ത് ആദ്യമായിട്ട് അറ്റ്ലസ് തയ്യാറാക്കിയത് എബ്രഹാം ഓർട്ടേലിയസ്. വിവിധതരം ഭൂപടങ്ങൾ: രാഷ്ട്രീയ ഭൂപടം, ചരിത്ര ഭൂപടം, ഭൂവിനിയോഗ ഭൂപടം, സൈനിക ഭൂപടം, ജ്യോതിശാസ്ത്ര ഭൂപടം, ദിനാവസ്ഥ ഭൂപടം. ഭൂപടങ്ങളുടെ ഉപയോഗങ്ങൾ: ഭൂവിനിയോഗം മനസ്സിലാക്കുന്നതിന്, വാന നിരീക്ഷണത്തിന്, കാലാവസ്ഥാ പഠനങ്ങൾക്ക്, സൈനിക ആവശ്യങ്ങൾക്ക്, രാജ്യാന്തര അതിർത്തികൾ മനസ്സിലാക്കുന്നതിന്, ചരിത്ര പഠനത്തിന്. ഭൂപടത്തിൽ ഉണ്ടായിരിക്കേണ്ട അവശ്യ ഘടകങ്ങൾ: തലക്കെട്ട്, തോത്, ദിക്ക്, അക്ഷാംശീയ രേഖാംശീയ സ്ഥാനം, അംഗീകൃത ചിഹ്നങ്ങളും നിറങ്ങളും, സൂചിക എന്നിവ. ഭൂപടത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള പ്രദേശങ്ങൾ ഏതെന്നും ഭൂപടത്തിന്റെ ഉള്ളടക്കം എന്തെന്നും സൂചിപ്പിക്കുന്നത് തലക്കെട്ട്. ഭൂമിയിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം ഭൂപടത്തിൽ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ആനുപാതിക അകലമാണ് തോത്. ഭൂപടത്തിൽ രേഖപ്പെടുത്തുന്ന തോതുകൾ: പ്രസ്താവന രീതി, ഭിന്നക രീതി, രേഖാരീതി. സാധാരണക്കാർക്ക് പോലും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിൽ ഭൂപടങ്ങളിൽ തോത് രേഖപ്പെടുത്തുന്ന രീതിയാണ് പ്രസ്താവന രീതി. ഭൂപടങ്ങളിലെ ദൂരവും ഭൂമിയിലെ ദൂരവും തമ്മിലുള്ള ആനുപാതിക അകലത്തെ സൂചിപ്പിക്കുന്ന രീതി ഭിന്നക രീതി. ഭൂപടങ്ങൾ വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യുമ്പോൾ അതിൽ രേഖാരീതിയിൽ കാണിച്ചിട്ടുള്ള തോതും ആനുപാതികമായി മാറുന്ന രീതി രേഖാരീതി. ഇന്ത്യയിൽ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ധരാതലീയ ഭൂപടങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങൾ എന്നാണ്. സർവേ ഓഫ് ഇന്ത്യയുടെ വിസ്മയാവഹമായ ഭൂപട നിർമ്മാണ ചരിത്രം വിവരിക്കുന്ന ഭൗമചാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിന്റെ വിസ്മയ ചരിത്രം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് C.S. മീനാക്ഷിയാണ്. ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ പൊതുവെ രണ്ടായി തിരിക്കാം: ഭൗതിക ഭൂപടങ്ങളെന്നും സാംസ്കാരിക ഭൂപടങ്ങൾ. ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണ്, നൈസർഗിക സസ്യജാലം, ജ്യോതിശാസ്ത്രം, ദിനാവസ്ഥ, ഭൂവിനിയോഗം തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെ ഭൗതിക ഭൂപടങ്ങളെന്ന് പറയുന്നു. കൃഷി, വ്യവസായം, രാഷ്ട്രീയ അതിർത്തികൾ മുതലായവ മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് സാംസ്കാരിക ഭൂപടങ്ങൾ. പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങൾ അറിയപ്പെടുന്നത് തീമാറ്റിക് ഭൂപടങ്ങൾ എന്നാണ്. വിവിധതരം ഭൂപടങ്ങൾ അനുയോജ്യമായ രീതിയിൽ ക്രമീകരിച്ച് പുസ്തക രൂപത്തിലാക്കുന്നതാണ് അറ്റ്ലസ് ഭൂപടങ്ങൾ. ഭൂമിയിലെ ഭൗതികവും സാംസ്കാരികവുമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ ചുവർ ഭൂപടങ്ങൾ. പാടങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഭൂസ്വത്തുക്കളുടെ അതിരുകൾ, ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഭൂപടങ്ങൾ കഡസ്ട്രൽ ഭൂപടങ്ങൾ. ഭൂനികുതി കണക്കാക്കുന്നതിനും ഉടമസ്ഥാവകാശം സൂചിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഭൂപടം കഡസ്ട്രൽ ഭൂപടം. കഡസ്ട്രൽ ഭൂപടങ്ങൾക്ക് ഉദാഹരണം ഗ്രാമഭൂപടങ്ങൾ. സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണം സൈനിക ഭൂപടം, ഭൂവിനിയോഗ ഭൂപടം, രാഷ്ട്രീയ ഭൂപടം. സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണം സൈനിക ഭൂപടം, ഭൂവിനിയോഗ ഭൂപടം, രാഷ്ട്രീയ ഭൂപടം. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളും വളരെ വിശദമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ട്രോപ്പോഗ്രാഫിക് മാപ്പുകൾ അല്ലെങ്കിൽ ധരാതലീയ ഭൂപടങ്ങൾ. ഇന്ത്യയിൽ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കാനുള്ള ചുമതല ആർക്കാണ്? സർവേ ഓഫ് ഇന്ത്യക്ക്. ധരാതലീയ ഭൂപടങ്ങളിൽ ചിത്രീകരിക്കാനുള്ള പ്രധാന ഭൗമോപരിതല സവിശേഷതകളാണ് ഭൗമോപരിതലത്തിന്റെ ഉയർച്ച, താഴ്ചകൾ, നദികൾ, മറ്റ് ജലാശയങ്ങൾ, വനങ്ങൾ, കൃഷിസ്ഥലങ്ങൾ, തരിശുഭൂമികൾ, ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ.